വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വേർഷനിലുള്ള ഒരു ഈസി വെജ് കറിയുടെ റെസിപ്പി കാണാം. ഇപ്പോൾ ഈസി വെജ് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. പൊട്ടാറ്റോ ഒക്കെ ആണ്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. കുക്കറിലാണ് നമ്മൾ എൻറ്റയർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുക്കർ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട കൂടി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരുംജീരകം. നമ്മളിട്ട സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവോള ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ്. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതേപോലെ ഒരു 4-5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇത്രയും ചേർക്കാം. ഞാൻ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്ത ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് എരിവിന് കണക്കാക്കി പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു 3 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്, അതോടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ നോക്കിയാൽ സവോളയൊന്നും കാര്യമായിട്ട് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ, ബ്രൗൺ ഒന്നും ആയിട്ടില്ല ഈ ഒരു പരുവത്തിൽ. അപ്പം എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് ചേർക്കാം. ഇതേപോലെ ക്യൂബ് ചെയ്തേക്കുന്നതാണ്. ഒപ്പം ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബ് ചെയ്തത്. അപ്പം ഫ്ലെയിം ഹൈയിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഒരു ടൊമാറ്റോയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം വഴറ്റാൻ. ഇപ്പോൾ 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇച്ചിരി നന്നായിട്ട് വെന്ത് ഉടയുന്ന ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കളറിന് വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പിടി മല്ലിയില, ഇത്രയും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ചൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും. അതിനുശേഷം ഓഫ് ചെയ്യും. ഒരു വിസിൽ വന്ന ശേഷം 3 മിനിറ്റ് തീ കുറച്ച് വെച്ചേക്കായിരുന്നു. ചെക്ക് ചെയ്യാം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ഇടാം. ഗ്രീൻ പീസ് ഒരു 1/2 കപ്പാണ്. 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേവിച്ച ശേഷം ഇട്ടത്. ഇനി ഗ്രീൻ പീസ് ഇവിടെ കിടന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഗ്രീൻ പീസ് ഇട്ട ശേഷം നമ്മൾ 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ഗ്രേവിയൊക്കെ തിക്കായി, ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത്, കുറച്ച് കറിവേപ്പില, നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ, തിക്ക് മിൽക്കാണ്, ഞാൻ 1/2 കപ്പോളം ചേർത്തു. ഇനി നന്നായിട്ട് മല്ലിയില ഇടാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കറി റെഡിയാണ്. ഓഫ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറിന്
കുറച്ച് ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. അപ്പോൾ ഈ കറി റെഡിയാണ്. ഈ ഒരു അയവിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ എപ്പോഴും തേങ്ങാപ്പാൽ തിക്കായിട്ടുള്ളത് ഒഴിച്ച് നീട്ടിയെടുക്കാം. അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയോടൊക്കെ സെർവ് ചെയ്യാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചപ്പാത്തി, പൂരി, പറാട്ടയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്, ഈസി കറിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജും നമുക്ക് സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ 2 രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.